പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥ കാണുന്നുണ്ട്. ഇപ്പം ഇവരുടെ ചിന്തകളെന്ന് പറയുമ്പോൾ മൊത്തത്തിലും പണം എന്നുള്ളൊരു ചിന്തകളാണ്, സാമ്പത്തികം. ഇപ്പം നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ യാതൊരു അറിവുകളും ഇല്ലാതെ നിൽക്കുന്നൊരവസ്ഥയാവാം. ചിലപ്പോൾ ഒരു ലോങ് ടൈമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ടുണ്ടാവാം. ആ ഒരു പേഴ്സൺ ഒരുപാട് ആയിട്ടുണ്ടാവാം നിങ്ങളോട് സംസാരിച്ചിട്ട്. ചിലപ്പം ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അങ്ങനെ തന്നെ ആവാം. അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ചിലപ്പം സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധമാവാം. ഈ ഒരു പേഴ്സണെ പറ്റി യാതൊരു അറിവുകളും ഇല്ലാതിരിക്കുന്നുണ്ടാവാം. ചിലപ്പം ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ പേഴ്സൺ എന്ന് പറയുമ്പം അവർ മെയിനായിട്ട് ഇപ്പം ഒരു അവരുടെ ഫോക്കസ് മൈൻഡ് എന്ന് പറയുന്നത്, അവരുടെ മൈൻഡ് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് പണത്തിന് മാത്രമാണ്. അവരെ എങ്ങോട്ട് നോക്കിയാലും പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ വല്ലാണ്ട് വലയ്ക്കുന്നുണ്ട്. അപ്പോൾ പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പണം കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കടം കയറിയതായിട്ടും കാണിക്കുന്നുണ്ട്. കടം ഭയങ്കര പെരുകുന്നു അവരുടെ ജീവിതത്തിൽ. അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവർക്ക് മൊത്തത്തിലും അവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ചിലപ്പം എന്തെങ്കിലും ഒരു ബിസിനസ്സിലൊക്കെ ഈ ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ബിസിനസ് തന്നെ പൂട്ടിപ്പോയിട്ടുണ്ടാവാം. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ നിന്നിട്ട് ആ സംരംഭങ്ങൾ പോലും തുടങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ അതൊരു തിരിച്ചടിയായിട്ട് ഇപ്പം തുടർന്ന് ഇരിക്കുന്നു എന്നാണ് കാണുവാൻ കഴിയുന്നത്. അവരുടെ ലൈഫിൽ ഇപ്പോൾ അവരുടെ എന്ത് കാര്യം എടുത്താലും ഇപ്പോൾ ഇവർക്ക് പണം എന്നുള്ളൊരു ചിന്തകൾ മാത്രമേ ഉള്ളൂ. പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പണപരമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ തീർക്കണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഇവരുടെ ഒരു എനർജി നോക്കാൻ നേരത്ത് പല കാര്യങ്ങളും ഇവരുടെ ഒരു ഫോൾട്ട് കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പല ആൾക്കാരും നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരിക എന്നൊക്കെ പറയുന്നില്ലേ. അത് തന്നെയാണ് ഇപ്പം നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അവരുടെ ലൈഫിൽ പല കാര്യങ്ങളിലും ഈ പേഴ്സൺ ഒരു ചിലപ്പം ദൂർത്തടിച്ച് കളയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു കാണും. അതായത് പണം ഒരുപാടൊക്കെ ഉണ്ടായിരുന്നൊരു സമയങ്ങളിൽ ഈ പേഴ്സൺ പണത്തിന് വലിയ മുൻതൂക്കം കൊടുക്കാതിരുന്നിട്ട് ആ വ്യക്തി ദൂർത്തടിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ മദ്യപാനമോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബാഡായിട്ടുള്ളൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നൊരു വ്യക്തിയാവാം. പലപ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി